ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് ഒരു വചനം നൽകുന്ന സന്ദേശമാണ്. സങ്കീർത്തനം 37:8 വചനം. അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും: കോപം, ക്രോധം, രണ്ട് കാര്യങ്ങൾ ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെ കാണാൻ പറ്റും. കോപം, ക്രോധം. വെടിഞ്ഞാൽ നിനക്ക് സുരക്ഷ, വെടിയാതിരുന്നാൽ നിനക്ക് വൻ നാശം. ഇതാണ് ദൈവത്തിൻ്റെ വചനം. ഈ വചനഭാഗം വായിക്കുമ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും. കോപം, ക്രോധം എന്നിവ തിന്മയിലേക്ക് നയിക്കും. ആ തിന്മ നിന്നെ വലിയ നാശത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് അവ വെടിയുക എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഏതാനും വചനങ്ങൾ കൂടി എടുക്കുമ്പോൾ ഈ ഒരു കാര്യം വചന വെളിച്ചത്തിൽ നമുക്ക് കാണാൻ എളുപ്പമാകും. നിയമാവർത്തന പുസ്തകം 29:17 മുതൽ വായിക്കുമ്പോൾ, നിയമാവർത്തനം 29:17 മുതൽ, മനുഷ്യൻ്റെ മ്ലേച്ഛതകൾക്ക് നേരെ ദൈവത്തിൻ്റെ ക്രോധവും കോപവും ജ്വലിക്കും. നമ്മൾ കേട്ടത് കോപവും ക്രോധവും വെടിയണമെന്നാണ്. ഇവിടെ പറയാണ് ദൈവത്തിൻ്റെ കോപവും ക്രോധവും ജ്വലിക്കും. എന്തിൻ്റെ നേരെ? മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം ഇത് ധാർമ്മിക രോഷത്തെ സൂചിപ്പിക്കുന്ന അനീതിയായ ഒരു കോപം അതല്ല, നാശം വിതയ്ക്കുന്ന ഒരു കോപം, ക്രോധം അതല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ്റെ മ്ലേച്ഛതകൾക്ക് നേരെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ കോപവും ക്രോധവും ജ്വലിക്കും. പ്രഭാഷകൻ 27:30 വചനം. നമ്മുടെയൊക്കെ ഭാഗത്തു നിന്നും കോപം, ക്രോധം വന്നാൽ അതിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? വചനം പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 27:30 വചനം. കോപവും ക്രോധവും മ്ലേച്ഛമാണ്. നമ്മുടെ ഭാഗത്തു നിന്ന് ഇത് വരുമ്പോൾ മിക്കവാറും ആ ഒരവസ്ഥയാണ്. കോപവും ക്രോധവും മ്ലേച്ഛമാണ്. അവ എപ്പോഴും ദുഷ്ടരോടുകൂടിയുണ്ട്. ദൈവമക്കളോടുകൂടിയല്ല, നല്ലവരോടുകൂടിയല്ല, ദുഷ്ടരോടുകൂടെ. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ വെടിയാതിരുന്നാൽ നല്ലവരാകാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ദുഷ്ടത തുടരാനാണ് നമ്മുടെ ഭാവം എന്നാണ് അത് അർത്ഥമാക്കുക. സുഭാഷിതങ്ങൾ 17:27 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം: വാക്കുകൾ നിയന്ത്രിക്കുന്നവൻ വിജ്ഞനാണ്. അറിവില്ലാത്തവരാണ് വാക്കുകൾ നിയന്ത്രിക്കാതിരിക്കുക. വേണേ അമിതമായിട്ടുള്ള ഭാഷണം, അതുപോലെ തന്നെ ഒരിക്കലും പറയരുതാത്ത വാക്കുകൾ ഉപയോഗിക്കുക, മിണ്ടാതിരിക്കേണ്ടടുത്ത് കയറി സംസാരിക്കുക. ഇങ്ങനെ വാക്കുകൾ നിയന്ത്രിക്കാതെ, നാവിനെ നിയന്ത്രിക്കാതെ പോകുന്നവർ വിജ്ഞരല്ല. അവർ വിജ്ഞാനികളാണെങ്കിൽ നിയന്ത്രിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കാം. പ്രഭാഷകൻ 30:24. ഈ കോപവും ക്രോധവും ഒക്കെ വരുത്തി വെക്കുന്ന എന്താണ്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോപം ജീവിതം വെട്ടിച്ചുരുക്കും. നമ്മുടെ ആയുസ് പോലും വെട്ടിച്ചുരുക്കാൻ ഇത് കാരണമാകും. ചിലർ പെട്ടെന്ന് എടുത്തിയാടിപ്പോയി ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. അവരവരുടെ ജീവിതം വെട്ടിച്ചുരുക്കി. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ കോപവും ക്രോധവും നമ്മൾ വെടിയണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. യെരമ്യാ 32:31. കർത്താവിൻ്റെ കോപം ജ്വലിക്കുന്നവർ തുടച്ചു മാറ്റപ്പെടും. ഏതെങ്കിലും കാലത്ത് കർത്താവിൻ്റെ ക്രോധം ജ്വലിപ്പിക്കുന്ന രീതിയിൽ നമ്മളെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടച്ചു മാറ്റപ്പെടും എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ബാറൂക്ക് 1-ാം 13 വചനം എടുക്കുമ്പോൾ നമുക്കൊരു ആശ്വാസ വചനമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ കോപം ശമിക്കും. ദൈവത്തിൻ്റെ ക്രോധം നമുക്ക് നേരെ ഉയരാവുന്ന ഒരു പാപപ്രവൃത്തിയിലേക്ക്, ദൈവത്തിന് അനിഷ്ടമായ ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോയെങ്കിൽ പോലും പ്രാർത്ഥിച്ചാൽ, ഒരു നല്ല ഉപസാരം നടത്തിയാൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റും. കർത്താവിൻ്റെ കോപം ശമിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ജ്വലിക്കുന്നതല്ല, ശമിക്കുന്നത്. 2 കൊരിന്തോസ് 12:20 വചനം എടുത്താൽ ക്രിസ്തീയ സമൂഹത്തിൽ വേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിലാണേലും പ്രാർത്ഥനാ ഗ്രൂപ്പിലാണേലും ഇടവകയിലാണേലും ഒക്കെ ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്. കലഹം, അസൂയ, കോപം, മാത്സര്യം, അപവാദം, പരദൂഷണം, അഹന്ത എന്നിവ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകരുത്. ഈ കാര്യങ്ങൾക്ക് വിപരീതമായ കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഉണ്ടാകേണ്ടത്. അതാണ് 2 കൊരിന്തോസ് 12:20 വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് പരിപൂർണരാകാൻ നാം എന്ത് ചെയ്യണം? നമ്മുടെ വിളി അതാണ്. മത്തായി 5:48 വായിച്ചാൽ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരാകണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സംസാരത്തിൽ തെറ്റുവരുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. കോപവും ക്രോധവും വെടിയാത്തവർ ഒരുപാട് തെറ്റ് അവരുടെ സംസാരത്തിൽ വരുത്തും. യാക്കോബ് 3:2 വായിക്കുമ്പോഴാണ് സംസാരത്തിൽ പിഴവ് വരുത്താത്തവർ പരിപൂർണരാണ്. ആ പരിപൂർണതയിൽ നാം എത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മേഖല വളരെ വളരെ നമ്മൾ ശ്രദ്ധിക്കണം. എഫേസസ് 4:29 വായിച്ചാൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളായിരിക്കാം അത് മറ്റുള്ളവർക്ക് ആത്മീയ ചൈതന്യം പകരണം. അതല്ലാതെ അവരുടെ ആത്മീയത കവരുന്ന രീതിയിലുള്ള അവരെ ജഡികതയിലേക്കോ ലൗകികതയിലേക്കോ നിരാശയിലേക്കോ നയിക്കുന്ന രീതിയിലുള്ള വാക്കുകളല്ല നാം ഉപയോഗിക്കേണ്ടത്.
പ്രഭാഷകൻ 20:18 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വാക്കിൽ പിഴയ്ക്കുന്നതിനേക്കാൾ ഭേദം കാല് തെറ്റി വീഴുന്നതാണ്. കാല് തെറ്റി വീണ് കയ്യും കാലും ഒടിഞ്ഞാലും നടു ഒടിഞ്ഞാൽ പോലും ഇത്രയും പ്രശ്നം വരത്തില്ല എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. പ്രഭാഷകൻ 28:12 സുഭാഷിതങ്ങൾ 18:21 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, വാക്കുകൾക്ക് ജീവൻ കൊടുക്കാനും പറ്റും, ജീവൻ എടുക്കാനും പറ്റും. അവിടെ നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം എന്ന് ഈ വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കാൻ. സുഭാഷിതങ്ങൾ 12:18 വചനം എടുത്താലോ, വീണ്ടും വിചാരമില്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ തുളച്ചു കയറുന്ന അസ്ത്രം പോലെ ആയിരിക്കും. ഇതങ്ങനെ ചില വാക്കുകൾ ഉപയോഗിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് കേട്ടവരുടെ മനസ്സിൻ്റെ മുറിവ് മാറിയിട്ടില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം എന്ന്. പ്രഭാഷകൻ 20:8 വചനം കൂടി എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, അമിതമായിട്ട് സംസാരിക്കുന്നവർ വെറുക്കപ്പെടും. തള്ളിക്കേറി സംസാരിക്കുന്നവർ, അമിതമായിട്ട് സംസാരിക്കുന്നവർ വെറുക്കപ്പെടും, ലജ്ജിതരാകും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. അവസാനമായി നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ പുകഴ്ത്തേണ്ടത് പാപികളെയാണോ? അല്ല. നമ്മുടെ നാവ് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ പുകഴ്ത്താം. ആരെയാണ് പുകഴ്ത്തേണ്ടത്? നമ്മൾ ദൈവത്തെ പുകഴ്ത്തുന്നവരായിട്ട് മാറണം. മലാക്കി 1:6 വായിച്ചാൽ കർത്താവ് ചോദിക്കുന്നുണ്ട്, എനിക്ക് നൽകേണ്ട ബഹുമാനം എവിടെ? ആ ദൈവത്തെ ബഹുമാനിക്കാതെ കണ്ട് പാപികളെ പുകഴ്ത്തി നടക്കുന്ന വ്യക്തികളെ ഒരുപക്ഷെ നമ്മൾ കണ്ടെത്തിയെന്ന് വരും. ദൈവത്തിന് നൽകേണ്ട ആരാധന നമ്മൾ നൽകാറുണ്ടോ? പുറപ്പാട് 23:25 മുതൽ വായിച്ചാൽ, നിങ്ങൾ എന്നെ ആരാധിക്കണം. ആരാധന ദൈവത്തിന് കൊടുക്കാതെ വരുമ്പോഴാണ് മനുഷ്യരെ ആരാധിക്കുന്ന ആ ഒരു പാപാവസ്ഥയിലേക്ക് നമ്മൾ തള്ളപ്പെടുക. യാക്കോബ് 3:9 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, കർത്താവിനെ പുകഴ്ത്തുന്ന അതേ നാവ് കൊണ്ട് മറ്റുള്ളവരെ പഴിക്കുന്നത് ശരിയാണോ? അങ്ങനെ ഒരു ദാരുണമായ ഒരവസ്ഥയിൽ നമ്മുടെ ജീവിതം മുമ്പോട്ട് നമ്മൾ നയിക്കരുത്. പ്രഭാഷകൻ 51:22 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, കർത്താവ് എനിക്കൊരു നാവ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ദൈവത്തെ ഞാൻ പുകഴ്ത്തും. ഈ നാവ് കൊണ്ട് ദൈവത്തെ പുകഴ്ത്തും. അങ്ങനെയുള്ളവർക്ക് നാവ് കൊണ്ട് വരുത്തുന്ന പാപങ്ങൾ ഒഴിവാക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതം ക്രമീകരിച്ച് മുമ്പോട്ട് പോകുവാൻ തീരുമാനമെടുത്ത് ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒരുമിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.